നമസ്കാരം, Aksprogramming വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അക്ഷത്. നമുക്കിന്ന് റിയാക്ട് നേറ്റീവിൽ എങ്ങനെ ഒരു ലോഗിൻ പേജ് ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഒരു സിമ്പിൾ ലോഗിൻ പേജ് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ ലോഗിൻ പേജിൽ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് തൽക്കാലത്തേക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വ്യൂ എന്നൊരു മാത്രം കൺസെപ്റ്റ് വെച്ചു. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്കിൽ ആ വ്യൂ ലോഡ് ചെയ്തു. പിന്നെ ഞാൻ ഇതിനേക്കാൾ മുമ്പ് ഞാൻ ഒരു ഡിസൈൻ ഉദ്ദേശിച്ചാൽ ഒരു യൂസർ ഇമെയിലും ഒരു പാസ്വേഡാണ്. അപ്പോൾ അതിന് ഞാൻ റിയാക്ട് നേറ്റീവിൻ്റെ ഐക്കൺ സെറ്റ്, വെക്റ്റർ ഐക്കൺ സെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ റിയാക്ട് നേറ്റീവിൻ്റെ വെക്റ്റർ ഐക്കൺ സെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ npm ഇൻസ്റ്റാൾ സേവ് റിയാക്ട് നേറ്റീവ് വെക്റ്റർ ഐക്കൺസ് എന്ന് ടൈപ്പ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ റിയാക്ട് നേറ്റീവിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള എന്തെങ്കിലും എക്സ്ട്രാ മോഡൽസ് വേണമെങ്കിൽ അതും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് വരാം. അപ്പോൾ ആ സമയത്ത് ആ കമ്മ്യൂണിറ്റി മോഡിലുള്ള ഏതെങ്കിലും ഒരു ടൂള് വേണമെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ആൻഡ്രോയിഡിൽ ഗ്രേഡിൽ, അതായത് ആൻഡ്രോയിഡ് ആപ്പ് build.gradൽ ഇത് ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യേണ്ടി ഇതുണ്ട്, പക്ഷെ നമുക്കിത് ആഡ് ചെയ്യാൻ തൽക്കാലത്തേക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മാനുവലി ഈ രണ്ടെണ്ണം ആൻഡ്രോയിഡ് settings.gradൽ പേസ്റ്റ് ചെയ്യണം. ഇതൊരു വെക്റ്റർ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഐക്കൺസ് ഒക്കെ സാധാരണ ലോഗിനും രജിസ്റ്റർ പേജിനൊക്കെ നമുക്ക് ഐക്കൺസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഐക്കൺസിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നുള്ളത്. പിന്നെ ഇതാ നേറ്റീവ് വെക്റ്റർ ഐക്കൺസ്. ഓക്കെ, അപ്പോൾ ഇത് ആൻഡ്രോയിഡിൽ ചെയ്യണം. ഇതിപ്പോൾ എവിടെ ചെയ്തിട്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വേണ്ട, ഇത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങൾ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആൻഡ്രോയിഡിൽ ആദ്യം തന്നെ settings.gradൽ റിയാക്ട് വെക്റ്റർ ഐക്കൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ build.gradൽ ഇതിലൊന്നുമില്ല, ആപ്പിൻ്റെ build.gradലാണ്. ആപ്പിൻ്റെ build.gradൽ കാരണം റിയാക്ട് നേറ്റീവിൻ്റെ വെക്റ്റർ ഐക്കൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നുമില്ല, അവർ പറഞ്ഞ ആ ഒരു മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആൻഡ്രോയിഡിൽ. പിന്നെ അതുപോലെ ഐഫോണിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഐഫോണിൽ അവർ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയും. അപ്പോൾ ഞാനത് ഓൾറെഡി കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞാണ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാനത് പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, അത് ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൽ തന്നെ വേണം. ഇതൊക്കെ ഞാൻ ക്ലോസ് ചെയ്തു. സെറ്റിംഗ് ടോട്ടൽ ക്ലോസ് ചെയ്തിട്ട് ഇനി ഇവിടെ ഡിസൈൻസ് നമുക്ക് പറയണം. ഡിസൈൻസ് സാധാരണ പറയാം സ്റ്റൈൽ ഷീറ്റ്. നമ്മുടെ വെബ് പേജ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റൈൽ ഷീറ്റിലാണ് നമ്മൾ സാധാരണ പറയുന്നത്. സ്റ്റൈൽ ഷീറ്റിലാണ് പറയുന്നത്. അപ്പോൾ സ്റ്റൈൽ ഷീറ്റ് ഇമ്പോർട്ട് ചെയ്ത് റിഫ്രഷ് കഴിഞ്ഞ് എന്തെങ്കിലും എററിന് ഇവിടെ കാണിക്കും. പിന്നെ അതിന് ശേഷം നമുക്ക് സ്റ്റൈൽ ഷീറ്റിൻ്റെ കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്റ്റൈൽ എന്നൊരു ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് എവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? സ്റ്റൈൽ ഷീറ്റ് ഡോട്ട് ക്രിയേറ്റ് എന്നൊരു മെത്തേഡ് ഉപയോഗിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണം ഞാനിനി എൻ്റെ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിൻ്റെ അകത്ത് സ്റ്റൈൽസ് പറയാം. അപ്പോൾ എനിക്ക് ഒരു ആപ്പാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളത്. അപ്പം ആപ്പിന് ഒരു ലോഗോ വേണം. ഞാനൊരു ലോഗോ എൻ്റെ കയ്യിലുണ്ട്. ആ ലോഗോ ഞാൻ ഓപ്പൺ വിത്ത് ക്രോം ബ്രൗസർ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 352 പിക്സൽ ലോഗോ ഉണ്ട്. അത് ഓപ്പൺ വിത്ത് ക്രോം പിക്സൽ ആക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതിൻ്റെ കളർ മനസ്സിലാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ കളർ മനസ്സിലാവേണ്ട റൈറ്റ് ക്ലിക്ക് ഇൻസ്പെക്ട്, കാരണം എൻ്റെ ഫോട്ടോഷോപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. എന്തെങ്കിലും കളർ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ആപ്പിൻ്റെ കളർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഇതിനെ മുകളിലോട്ട് മാറ്റി, എന്നിട്ട് ഇവിടെ തൽക്കാലത്തേക്ക് ഒരു കളർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതാ നോക്കിയിട്ട് ഈ കളറാണോ ഇതാണോ, അപ്പോൾ അതൊക്കെ ഓരോ കളർ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഐക്കണിലുള്ള ഓരോ കളേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ കളേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ നമുക്ക് നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ട് പിന്നെ നമ്മുടെ ആപ്പിൽ അസസ് എന്നൊരു ഫോൾഡറിൻ്റെ അകത്ത് ആ ലോഗോ ഞാൻ പേസ്റ്റ് ചെയ്തു. ഒരു അസസ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട്
എന്നിട്ട് അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോഗിൻ പേജ് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കണ്ടെയ്നർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റൈൽ പറയണമെങ്കിൽ സ്റ്റൈൽ എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ സ്റ്റൈൽസ് എവിടുത്തെ സ്റ്റൈൽസ് ആണ് അത് പറയേണ്ടത്? പിന്നെ ഇത് ജസ്റ്റ് ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത്, കണ്ടെയ്നർ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു കണ്ടെയ്നർ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പേര് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ ഇത് ഈ സ്റ്റൈൽസ് ഒരു കോൺസെപ്റ്റ് അകത്തുള്ള കണ്ടെയ്നറാണ് ഇതിൻ്റെ സ്റ്റൈൽ. അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടൊന്നുമില്ല എന്താണ് കണ്ടെയ്നർ. അപ്പോൾ നമുക്ക് കണ്ടെയ്നറൊക്കെ ഒന്ന് പറഞ്ഞു വെക്കാം എന്താണ്. അപ്പോൾ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഇതാണ് കണ്ടെയ്നർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് സെറ്റ് ചെയ്യുന്നു, വെറുതെ. എനിക്ക് വൈറ്റിന് മതി, പക്ഷെ എന്നാലും ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യണം. അപ്പോൾ 111 വൈറ്റ് ആണ്, 000 ബ്ലാക്ക് ആണ്. ഇപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വരാതെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. റൺ ചെയ്യുന്നുണ്ട്. റൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കണ്ടെയ്നർ ക്ലാസ്സിന് ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ കൊടുത്തു. അപ്പോൾ ഈ കളർ വരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു കളർ കൊടുത്തേക്കാം. ഈ കളർ ഒന്ന് കൊടുത്തേക്കാം. നമ്മുടെ ആപ്പ് ഇവിടെ ഉണ്ട്. പിന്നൊരു കാര്യം, ഒരു ഫ്ലക്സ് എന്നൊരു പരിപാടിയുണ്ട്. ഈ ഫ്ലക്സ് 1 എന്ന് കൊടുത്ത് ഒരു കോമ ഇടുന്നു. കാരണം ഈ ഫ്ലക്സ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ വ്യൂവിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലക്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലക്സിന് നല്ല ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഫ്ലക്സ് കണ്ടെയ്നർ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ വ്യൂ ആണ് ഇവിടെ. ഇതിൻ്റെ ഈ നമ്മുടെ ഡിസ്പ്ലേയിൽ കഷ്ണങ്ങളാക്കിയിട്ടില്ല, ഒറ്റ വ്യൂ. അതിനാണ് ഫ്ലക്സ് 1 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിൽ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തിനാണ് കണ്ടെയ്നറും ബാക്കി കാര്യങ്ങളും കൊടുത്തത്. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ വൈറ്റിന് കൊടുക്കാം. വൈറ്റ് ഏതാണ്? 111 ആണ് വൈറ്റ്. ഓക്കെ, അപ്പോൾ കണ്ടെയ്നറിന് ഞാൻ ഫ്ലക്സ് 1 കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് കളർ ആഷ് 1 കൊടുത്തു. ഇത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ഫ്ലക്സ് കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് ഉദ്ദേശം വെച്ചാൽ ഫ്ലക്സിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. പേജ് ഡിവിഷൻ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലക്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് ഈ മോഡൽ ഭാഗത്ത് ഇവിടെ ലോഗോ വരണം, ഇവിടെ യൂസർ നെയിമും ഇമെയിൽ ഐഡിയും പാസ്വേഡ് അടിക്കാൻ ബട്ടൺ അടിക്കേണ്ട ഒരു സാധനം വേണം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ വരുത്തിക്കണമെങ്കിൽ ആദ്യം അതിനെ ഇപ്പോൾ ഇത് 2 സെക്ഷനാണ്. ഈ ലോഗോ സെക്ഷനും പിന്നെ ഫോം സെക്ഷനും. അപ്പോൾ 2 സെക്ഷനാക്കി മാറ്റണം. അപ്പോൾ 2 വ്യൂ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. സ്ലാഷ് എല്ലാം വ്യൂസിനകത്താണ് ഞാൻ പറയുന്നത്. ഇതിൽ സ്റ്റൈൽ ഈക്വൽ ടു സ്റ്റൈൽസ് ഡോട്ട് ലോഗോ. ഒന്ന് ലോഗോയുടെ സ്റ്റൈൽ, അല്ലെങ്കിൽ നമുക്കിതിന് ലോഗോന് പകരം ടോപ്പ് എന്ന് പറയും. ഓക്കെ, പിന്നെ താഴത്തത് കണ്ടന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോം എന്ന് പറയാം. അപ്പോൾ ഞാൻ അതിന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ടോപ്പ് എന്ന് പറയുന്ന ആള് ഫ്ലക്സ് 1 ആണ്. ഓക്കെ, അതേപോലെ തന്നെ കണ്ടന്റ് എന്ന് പറയുന്ന ആള് ഫ്ലക്സ് 2 ആണ്. അപ്പോൾ ഇതിൽ കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യുന്നതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. ഞാൻ 2 ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു. ഒന്ന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു കളർ ഞാൻ അസൈൻ ചെയ്തു. അപ്പോൾ ഈ ഒരു കളർ ഇതാണ്. അപ്പോൾ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ടോപ്പ് മോസ്റ്റിൽ കൊടുക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബോട്ടമിൽ കൊടുക്കുന്നു. അടുത്ത ബാക്ക്ഗ്രൗണ്ട് കളർ ഇത് മതി. കോപ്പി ചെയ്തു എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇവിടെ
സോറി മൊബൈൽ നോക്കണം. ഞാൻ ഇവിടെ ഫ്ലക്സ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു സ്ക്രീനിന് 2 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫ്ലക്സ് ഡയറക്ഷനൊക്കെ ഉണ്ട്, റോ ബേസ് കോളം ബേസ് ഒക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ എനിക്ക് ലോഗോ ഉള്ള സാധനം അത്ര മതി, അത്രയ്ക്ക് നമുക്ക് ലോഗോ ഡിഫൈൻ ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ താഴെ ഫോമിൽ നമുക്ക് പേജ് വന്നാൽ മതി. ഓക്കെ, ഞാൻ കളർ കൊടുക്കുന്നില്ല കാരണം ഫ്ലക്സ് ഡിവിഷൻ മാത്രമേ നടത്തുന്നുള്ളൂ, നമുക്കറിയാൻ വേണ്ടി മാത്രമാണ് ഡിവിഷൻ നടത്തുന്നത്. ഇനി ടോപ്പിൻ്റെ അകത്ത് എന്താ പറയണ്ടേ, ഒരു ലോഗോ പറയണം. അപ്പം നമ്മുടെ കയ്യിലൊരു ലോഗോ ഉണ്ട്. അപ്പോൾ അതിന് ഇമേജിന് ഒരു സോഴ്സ് പറയാം. സോഴ്സ് എന്താ, നമ്മുടെ അസറ്റിലുള്ള ഫോൾഡറാണ് സോഴ്സ്. അസറ്റ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. അസറ്റ്സ് ലോഗോ .png. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ക്യാൻ ഫൈൻഡ് ദ ഇമേജ്. അപ്പോൾ റിയാക്ട് നേറ്റിൽ ഞാൻ ഇമേജ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് അസറ്റ്സിലുള്ള ഇമേജ് വന്നു. പക്ഷെ അതൊരു അലൈൻമെൻറ്റ് കറക്റ്റ് ഇല്ല, ഇത് വലിയൊരു ഇമേജായി മാറി. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് ആ ലോഗോക്ക് ഇതിന് നമുക്കൊരു ഇമേജിന് ഒരു സ്റ്റൈല് പറയാം. സ്റ്റൈല് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൻ്റെ സ്റ്റൈൽസ് ഡോട്ട് ലോഗോ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ഇതിവിടെ കോൺസെൻട്രേഷൻ അടിക്കട്ടെ. എന്നിട്ട് ഇവിടെ ലോഗോന്റെ കേസ് നമുക്ക് പറയാം. അപ്പൊ ഇതിന് ഞാൻ ലോഗോനെ സെൻറ്റർ അലൈൻ ചെയ്യുന്നുണ്ട്. അലൈൻ ഐറ്റം സെൻറ്റർ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സെൻറ്റർ അലൈൻ ചെയ്യാം. ചെറിയൊരു ആപ്പ് ക്രാഷ് ആയിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടി അതിൽ പിടിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, എനിക്ക് റിയാക്ട് നേറ്റീവ് വിളിക്കാം, ടെർമിനേറ്റ് ചെയ്ത് ഒന്നുകൂടി അത് റൺ ചെയ്യുന്നുണ്ട് ആപ്പ്. അലൈൻ ഐറ്റം സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇമേജ് സെൻറ്ററായിട്ട് വരും ആ ഒരു വ്യൂവിൻ്റെ അകത്ത്. ബിൽഡ് ചെയ്ത് ലോഡ് ചെയ്യുന്നുണ്ട്. Align item is not a valid property. Align items. അപ്പം ഇതിൽ സെൻറ്ററിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, സെൻറ്റർ വന്നിട്ടില്ല. കണ്ടന്റ് ടോപ്പ് ഇവിടെ ടോപ്പ് ഫ്ലെക്സ് 1 പറഞ്ഞ് അലൈൻ ഐറ്റം സെൻറ്റർ കൊടുത്തു. അതേപോലെ തന്നെ വേറൊന്നുണ്ട്, ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ, അത് കൊടുത്തിട്ടുണ്ടാവും. ഇല്ല, കാരണം ഒരു ഇമേജ് ഇതൊരു വലിയൊരു ഹ്യൂജ് സൈസാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇതിവിടെ ഇരിക്കട്ടെ. ലോഗോയുടെ സൈസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, സൈസ് ഡോട്ട് ലോഗോ സെൻറ്റർ വരാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാൽ നമുക്കൊരു മൊത്തം ആപ്പിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഹൈറ്റ് കാണുന്ന സമയത്ത് ഡയമെൻഷൻസ് എന്നൊരു സംഭവം ഉണ്ട്, അപ്പോൾ അതാദ്യം ഇമ്പോർട്ട് ചെയ്യണം. കാരണം നമുക്ക് പിക്സലിൽ പറയാൻ പറ്റില്ല. പിക്സലിൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇത് മൊബൈലിൻ്റെ കേസ് നമുക്ക് സെറ്റപ്പ് ആക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൻ്റെ കേസിലും
പിന്നെ വേറെ ആപ്പിൻ്റെ ടാബിൻ്റെ കേസിൽ, ഇപ്പോൾ ടി വി ആണ് വർക്ക് ടി വിയുടെ കേസിൽ, അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഡിസൈൻസിൻ്റെ ഇഷ്യൂസ് വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹൈറ്റ് വെച്ച് ആദ്യം കാൽക്കുലേറ്റ്. അപ്പോൾ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ഒരു ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. HEIGHT ഹൈറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഹൈറ്റ് ഈക്വൽ ടു നമ്മളെ വിളിച്ച ഡയമെൻഷൻസ് ഡോട്ട് ഗെറ്റ് എന്നൊരു മെത്തേഡ് ഉണ്ട്. അതിൽ സ്ക്രീൻ ഹൈറ്റ് എടുക്കും. ഓക്കെ, ഹൈറ്റ് എടുത്ത് എന്നിട്ട് നമുക്ക് ലോഗോയുടെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാം. ലോഗോയുടെ ഹൈറ്റും വിടുത്ത് അതേ ഇതിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ലോഗോ ഹൈറ്റ് ഈക്വൽ ടു നമ്മുടെ മൊത്തത്തിലുള്ള ഹൈറ്റിന് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ഒരു 2-3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ വിഡ്ത്തും ഹൈറ്റുമാണ് ഞാൻ ലോഗോ കൊടുക്കുന്നത്. ഈ വിഡ്ത്ത് ആണ് ഞാൻ ഇത് കൊടുക്കുന്നില്ല, അതേപോലെ ഹൈറ്റും ലോഗോ കൊടുക്കുന്നുണ്ട്. കാരണം മൊത്തത്തിലുള്ള ഞാൻ എടുക്കുന്നില്ല, അതേ ഹൈറ്റും അതേ ഇത് ഞാൻ എടുക്കുന്നില്ല. ഇതൊരു കൺസെപ്റ്റ് ഞാൻ കൊടുക്കും. അപ്പോൾ വിഡ്ത്ത് ഹൈറ്റ് കറക്റ്റായി ഒരു ഏകദേശം ചെറിയൊരു ആയിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ഡിവൈഡ് ബൈ ചെയ്യുന്ന സാധനം നമുക്ക് 30 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും 28 30, അപ്പോൾ 22 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുറയും. എനിക്കത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ 28 ചെയ്യുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിവൈഡ് ബൈ കോൾ ചെയ്യാം. 3-1 ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെ വന്നിട്ട് കോൾ 4-1 ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഞാൻ അവിടെ പോയിന്റ് ഇട്ട് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മൊത്തത്തിലുള്ള ഹൈറ്റ് നമുക്ക് കിട്ടും. ആ ഹൈറ്റിൻ്റെ ഒരു ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ അലൈൻ ഐറ്റംസ് സെൻറ്റർ വിളിച്ചിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവം വരുന്നത്. അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ലോഗോ ഓൾറെഡി നമ്മൾ ഹൈറ്റും വിടുത്തും പറഞ്ഞിട്ടുണ്ട്. ലോഗോൻ്റെ മെയിൻ ടോപ്പിൽ ഏതായുള്ള ടോപ്പ് router-flux ആണ്. അപ്പോൾ അവിടെ നമുക്ക് അലൈൻ സെൻറ്റർ പറയും. അപ്പോൾ സെൻറ്ററായി. അതേപോലെ തന്നെ മാർജിൻ, ആ ലോഗോവും മുകളിലത്തെ ആ ടോപ്പ് ബാറും ആ ഒരു ആക്ഷൻ ബാറും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു മാർജിൻ ടോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. മാർജിൻ ടോപ്പ് സിമ്പിളാണ് ഇത് പറയാൻ വേണ്ടി. ടോപ്പ് ഒരു 5 പിക്സലാക്കി പറയും. 5 പിക്സലല്ല, 5 പോയിന്റ് ഒരു പറഞ്ഞു 5 എന്നൊരു വേരിയബിൾ നമ്പർ ഉപയോഗിച്ച് നമുക്ക് പറഞ്ഞു. അപ്പോൾ 5 നമ്മൾ സാധാരണ വെബിലും ചെയ്യുന്ന സമയത്ത് പിക്സൽ വെച്ച് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഡയറക്റ്റ് നമുക്ക് നമ്പർ വെച്ച് പറയാം. അപ്പോൾ അത് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കണ്ടന്റ് പാർട്ടാണ്. അപ്പോൾ ഞാൻ കണ്ടന്റ് പാർട്ടിന് ഞാനൊരു കളർ കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എനിക്കൊരു ചെറിയൊരു കളർ എടുക്കാനുണ്ട്. ഇവിടെ ലോഗോയുടെ കളറിന് അതിനെ ഒന്ന് കുറച്ചും കൂടെ ഇത് കുറച്ചിട്ട് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഹാഷ് കൊടുക്കണം. ഹാഷ് കളർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത് ലോഗോയുടെ ഇത് വന്നു. പിന്നെ ഇതിൽ ചെറിയൊരു പാർട്ട് ചെയ്യാനൊരു കോമ. ഇവിടെ നമുക്ക് മാർജിൻ വേണം കൊടുക്കാം. മാർജിൻ ടോപ്പ് ഒരു 5. അപ്പോൾ കുറച്ചും കൂടി താഴോട്ട് വന്നിട്ടുണ്ട്. 10 കൊടുത്ത് പിന്നെയും താഴോട്ട് വരും. എന്നിട്ട് ഇവിടെ ഞാൻ പാഡിങ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഈ ലെഫ്റ്റും റൈറ്റൊക്കെ വേണ്ട. അപ്പോൾ അവിടുത്തെ ഒരു പാഡിങ്, മൊത്തത്തിലുള്ള പാഡിങ് ഒരു 10 അപ്ലൈ ചെയ്യുന്നുണ്ട്. പാഡിങ് അപ്ലൈ ചെയ്തിട്ട് വരുന്നില്ല. നമുക്ക് മാർജിൻ അപ്ലൈ ചെയ്യാം. മാർജിൻ ടോപ്പ് ഞാൻ മാറ്റും. മൊത്തത്തിലുള്ള മാർജിന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടി ഉള്ളോട്ട് വന്നു. ഞാനിവിടെ 20 പറയുന്നത്. 20 സാധാരണ ബേസിക് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല. ഇതെൻ്റെ ഡിസൈനിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണം ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തു. സിമ്പിളായിട്ടൊരു സംഭവം ഡിസൈൻ ചെയ്യുന്ന കൺസെപ്റ്റാണ് എനിക്ക് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസൈൻ ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് എനിക്ക് ഫോം കൊണ്ടുവരണം. അതാണ് ഉദ്ദേശം. ഒരു ഇൻപുട്ട് ബോക്സ്, 2 ഇൻപുട്ട് ബോക്സ്, ഒരു ബട്ടൺ, ഇമെയിൽ ഐ ഡിയും പാസ്വേഡും, പിന്നെ ഒരു സൈൻ ബട്ടൺ. ഇപ്പോൾ സൈൻ പേജാണ്, ലോഗിൻ ബട്ടൺ. അപ്പോൾ അത് ഈ വ്യൂ കണ്ടൻറ്റിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നും ഓരോ സെക്ഷനാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വ്യൂവിൻ്റെ അകത്ത് ഓരോ ഇൻപുട്ട് ബോക്സിനും ഞാൻ വ്യൂ ആക്കി മാറ്റി. അപ്പോൾ വ്യൂ /വ്യൂ. ഓക്കെ, അപ്പോൾ അവിടെ ആ വ്യൂവിൻ്റെ അകത്ത് ഞാനൊരു പേര് പറഞ്ഞു, സ്റ്റൈൽ പറഞ്ഞു.
സ്റ്റൈൽസ് ഡോട്ട് ആക്ഷൻ. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ ആക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. തൽക്കാലം അതിനേക്കാൾ മുമ്പ് അതിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് പറയണം, ഒരു ഇമെയിൽ. ഞാനിപ്പോൾ ഇവിടുത്തെ വിളിക്കുന്നത് ഇമെയിൽ ഐ ഡിയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഇമെയിൽ ഒരു ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു. പിന്നെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫോണ്ട് നമുക്ക് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി നമ്മൾ റിയാക്ട് നേറ്റീവിൻ്റെ വെക്ടർ അസറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവർ മെയിനായിട്ട് പറയുന്നുണ്ട് ഫോണ്ട് ഓസം, അയോണിക് ഐറ്റംസ്, അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കും. ഞാനിപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ ഫോണ്ട് ഓസമാണ് ഞാൻ പറഞ്ഞുള്ളത്. പല ഐക്കൺ സെറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്കത് ഏതാണോ ചെയ്യണ ഇഷ്ടമുള്ളത് അത് അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഫോണ്ട് ഓസമാണ് പറയുന്നത്. ഓക്കെ, ഫോണ്ട് ഓസം ഞാൻ ചെക്ക് ചെയ്ത്. അപ്പോൾ ഇവർ ഇങ്ങനെയാണ് പറയുന്നുള്ളത്. ഇത് വേണമെന്ന് പറയാം ഞാൻ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇമ്പോർട്ട് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ഇവിടെ ചെയ്തു. ഓക്കെ, ഇമ്പോർട്ട് ഫോണ്ട് ഓസം. അപ്പോൾ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഫോണ്ട് ഓസം പറയാത്തതുകൊണ്ട് ഈ ഒരു എറർ ഉണ്ട്, അത് വിട്ടേ. ബൈ ഡിഫോൾട്ട് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കാണും. അപ്പോൾ ഞാനിവിടെ ഇതേ പേര് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഐക്കൺ മാറ്റിയിട്ട് ഫോണ്ട് ഓസം തന്നെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പിന്നെ ഈ ഐക്കണ് സൈസ് കളർ വന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള ഐക്കണാണ്. ആ ഐക്കൺ ഇവിടെ പറയാം, ഫോണ്ട് ഓസം. എന്നിട്ട് നെയിം പറയാം. നെയിം ആദ്യത്തത് യൂസർ നെയിം, ഇമെയിൽ അഡ്രസ്സാണ്. അപ്പം ഞാൻ ഇവിടെ യൂസർ എന്ന് കൊടുക്കാം. കാരണം നെയിം അനുസരിച്ചാണ് ആ ലോഗോ വരുന്നത്. ഓക്കെ, ലോഗോ വരുന്നത്. അപ്പം അതനുസരിച്ച് കൊടുക്കാം നെയിം. പിന്നെ എന്താ കൊടുക്കുക, കളറ്. ഇപ്പം ഇതിൽ നെയിം ഉണ്ട്, സൈസ് ഉണ്ട്, കളർ ഉണ്ട്. അപ്പോൾ നമുക്ക് സൈസ് സ്പെസിഫൈ ചെയ്യാം. ഞാൻ സൈസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 30 പറഞ്ഞു. ഒരു കളറ് ഒരു ഹാഷ് പറയാം. ലാസ്റ്റ് ഒരു ക്ലോസിങ്. പിന്നെ ലോഗോയുടെ കളർ ഞാൻ ഇതിൻ്റെ ഈ ഒരു കളറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ കളർ നമുക്ക് മതി. അപ്പോൾ അതൊന്നും എടുക്കാം. നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു രീതി ചെയ്യുന്നേ ഉള്ളൂ. പല മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾക്കൊരു അറിയാൻ വേണ്ടി ഞാനിത് മെത്തേഡ് ചെയ്ത് നോക്കും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പലതും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഓക്കെ, എന്താ കണ്ട ഒരു യൂസറിൻ്റെ ലോഗോ വന്നു. ഇതിപ്പോൾ ഞാൻ നെയിം ആണ് ലോക്ക്. നമുക്ക് 2 എണ്ണം വേണം, യൂസർ നെയിം പാസ്വേഡ്. കണ്ട ലോക്ക് എന്നുള്ള സംഭവമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് വേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയും. ടെക്സ്റ്റ് ഇൻപുട്ടിൽ എന്തായാലും ഒരു പ്ലേസ് ഹോൾഡർ നമുക്കുണ്ട്. അപ്പോൾ പ്ലേസ് ഹോൾഡർ എന്താണ് പ്ലേസ് ഹോൾഡർ? ഇമെയിൽ. അതേപോലെ തന്നെ പ്ലേസ് ഹോൾഡറിന് നമുക്ക് കളർ പറയാൻ പറ്റും. പ്ലേസ് ഹോൾഡറിൻ്റെ കളർ സെയിം കളർ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതേ കളർ തന്നെ പ്ലേസ് ഹോൾഡറിൻ്റെ കളർ. ഓക്കെ, പിന്നെ ഈ ടെക്സ്റ്റ് ഇൻപുട്ട് റിയാക്ട് നേറ്റീവ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്ര കാര്യങ്ങൾ ചെയ്താൽ ഓക്കെ, ഇമെയിൽ സംഭവം വന്നു. ഇനി ഈ യൂസർ നെയിമും ഈ യൂസർ ഐക്കണും ഈ ഇമെയിലിൻ്റെ ടെക്സ്റ്റ് ബോക്സും സെയിം ഡിസൈനിൽ വരണം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഫ്ലക്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ലോഗോ ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, കണ്ടെയ്നർ ഉണ്ട്. ഇവിടെ കണ്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഫ്ലക്സ് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ആക്ഷൻ പറഞ്ഞത്. അപ്പോൾ ആക്ഷൻ വെച്ച് തന്നെ നമുക്ക് പറയാം. കോമേറ്റർ ആക്ഷൻ ഫ്ലക്സ് ഡയറക്ഷൻ റോ ആയിട്ട് സ്പെസിഫൈ ചെയ്യും. കണ്ടോ? അപ്പോൾ ഈ 3 ഫ്ലക്സ് ഡയറക്ഷൻ റോ ആയിട്ട് മാറി. ഓക്കെ, അപ്പം നമുക്ക് 3 റോ ആയിട്ട് ആവശ്യമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇതിനൊരു വ്യൂ ആയിട്ട് അസൈൻ ചെയ്ത് /വ്യൂ ഇവിടെ കൊടുത്തു. 3 നമുക്ക് ഒരേ റോയിൽ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു വേറൊരു രീതിയിൽ ഇത് അപ്ലൈ ചെയ്യും. ഈ ആക്ഷന് നമ്മൾ ഫ്ലക്സ് കൊടുത്തില്ല. ഞാനിവിടെ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റൈലൊന്ന് പുതിയൊന്ന് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. സ്റ്റൈൽസ് ഡോട്ട് ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുത്തു.
ഈ ആക്ഷന് പകരം ഞാൻ ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇമെയിൽ അവിടെ തന്നെ വന്നു, പക്ഷെ നെയിമും ഇമെയിലും ഒരേ ഇതിൽ വന്നു, റോയിൽ തന്നെ വന്നു. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ചെയ്തത്. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ഈ ഒരു ഇമെയിലിൻ്റെ ടെക്സ്റ്റ് നമുക്ക് വലുതാക്കണം. അപ്പോൾ ഇമെയിൽ ടെക്സ്റ്റ് വലുതാക്കണം, അതൊന്ന് ചെയ്യണം. പിന്നെ അതേപോലെ നോക്കുക, ഇതിൻ്റെ ഇത് കുറച്ചും കൂടി അങ്ങോട്ട് പാഡിങ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മെയിൻ ആക്ഷൻ്റെ അകത്താണുള്ളത്. അപ്പോൾ മെയിൻ ആക്ഷൻ്റെ അവിടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആക്ഷൻ ഫുൾ കോളൻ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഇവിടെ ഞാനൊരു മാർജിൻ അല്ലെങ്കിൽ പാഡിങ് ഞാൻ കൊടുക്കാം. ഞാൻ മാർജിൻ കൊടുത്തു. അപ്പോൾ മാർജിൻ കൊടുത്തു കണ്ടോ വന്നത്. 20 കൊടുത്തു കഴിഞ്ഞാൽ 20ൻ്റെ ഒരു ഇത് വരും. ഓക്കെ, എൻ്റെ ആ ഇമെയിൽ എന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് ഞാൻ ഒരു വേറെ ഇതാക്കുന്നത്. സ്റ്റൈൽ ഈക്വൽ ടു സ്റ്റൈൽ ഡോട്ട് ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. സ്റ്റൈൽ ഡോട്ട് ടെക്സ്റ്റ് കൊടുത്തു. സ്റ്റൈൽ എന്നൊരു കോൺസ്റ്റന്റ്, സ്റ്റൈൽസ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ ആ ഇതിന് ടെക്സ്റ്റ് അലോക്കേറ്റ് ചെയ്യും. ടെക്സ്റ്റ് ഫോണ്ട് വെയിറ്റ്. ഫോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ബോൾഡാണോ, ആ ഫോണിൻ്റെ ഒരു സൈസ് വെയിറ്റ് ആണ് ഉദ്ദേശിച്ചുള്ളത്. ജസ്റ്റ് അപ്പ് ചെയ്യുമ്പോൾ ഫോണ്ട് വെയിറ്റ് കൂടി. ഇനി ഫോണ്ട് സൈസ് ഒരു 20 ഞാൻ പറഞ്ഞു. അപ്പോൾ ഫോണ്ട് സൈസ് 20 ആയി. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം. പാഡിങ് ബോട്ടം 5. അപ്പോൾ കുറച്ച് അങ്ങോട്ട് താഴോട്ട് വന്നു. ഓക്കെ, അത്ര ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ഫോണ്ട് ഹൗസ് അവിടെ തന്നെ നിൽക്കട്ടെ. ഫോണ്ട് ഹൗസും വേണം നമുക്ക് കൂട്ടാം. അതിനേക്കാൾ മുമ്പ് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ഇൻപുട്ടിന്, ടെക്സ്റ്റ് ബോക്സിന് നമുക്ക് സ്റ്റൈൽ പറയാം. സ്റ്റൈൽ ഈക്വൽ ടു സ്റ്റൈൽസ് ഡോട്ട് ടെക്സ്റ്റ് ഇൻപുട്ട്. സ്റ്റൈൽ പറഞ്ഞു, സ്റ്റൈലിന് ഇത് പറഞ്ഞു. എന്നിട്ട് ഇവിടെ സ്റ്റൈൽ പറയാം. ടെക്സ്റ്റ് ഇൻപുട്ട് ഫുൾ കോളൻ ഓപ്പണിംഗ് ബ്രേസും കൊടുത്തു. എന്നിട്ട് ഇതേപോലെ ഫോണ്ട് വെയിറ്റും ഫോണ്ട് ഹൗസും ഫോണ്ട് സൈസൊക്കെ ഞാൻ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇത് ടെക്സ്റ്റ് ഇൻപുട്ടാണ് കൊടുത്തത്. സ്റ്റൈൽസ് ഡോട്ട് ടെക്സ്റ്റ് ഇൻപുട്ട്. സ്റ്റൈൽസ് ഡോട്ട് ഈ ടെക്സ്റ്റ് ഇൻപുട്ട് ചെറിയ സ്പെല്ലിംഗ്. ഓക്കെ, അത് ഇമെയിൽ അഡ്രസ്സ് കുറച്ചും കൂടി വലുത് വന്ന്, കാരണം അത് നമ്മുടെ പ്ലേസ് ഹോൾഡറാണ്. പിന്നെ ടെക്സ്റ്റിൻ്റെ കളർ നമ്മൾ മാറ്റിയായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ വിട്ടിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്യണം ടെക്സ്റ്റിന്. ഈ ടെക്സ്റ്റിൻ്റെ കളർ ഫോണ്ട് കളറാണോ നോക്കാം നമുക്ക്. ഹാഷ് കൊടുത്തു. അപ്പോൾ കളറാണ്. കളർ അപ്ലൈ ചെയ്ത് ഇതും ഫോണ്ട് സൈസും കളറും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ 15 കൊടുക്കുന്നുള്ളൂ. 15 വേണ്ട, ഒരു 18 കൊടുക്കാം. ഇനി നമ്മുടെ ഫോണ്ട് സൈസ് ഫോണ്ട് ഓപ്ഷൻ ഈ ഒരു ഒറ്റ ലൈനിൽ വരാൻ വേണ്ടി ഞാൻ ഒരു 33 അപ്ലൈ ചെയ്തു. 33 പോരാ, 34 അപ്ലൈ ചെയ്തു. ഏകദേശം കുറച്ച് അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ടെക്സ്റ്റ് ഇൻപുട്ടിൻ്റെ ഇതിൽ ഒരു പാഡിങ് ലെഫ്റ്റ്, അതായത് മാർജിൻ ലെഫ്റ്റോ, നിങ്ങൾ പാഡിങ് ലെഫ്റ്റോ മാർജിൻ ലെഫ്റ്റോ ഉപയോഗിക്കാം. ഞാനിപ്പോൾ പാഡിങ് ലെഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബോക്സാണ്. ഓക്കെ, അപ്പോൾ ഇമെയിൽ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഒന്നുകൂടി ടെക്സ്റ്റ് ബോക്സ് അറിയാൻ വേണ്ടി മൊത്തത്തിൽ ഈ രണ്ടിന് താഴെ ഒരു ബോർഡർ നമുക്ക് വിളിക്കാം. അപ്പോൾ അത് ചെയ്താൽ ബോർഡർ വിളിക്കണമെങ്കിൽ ടെക്സ്റ്റ് സ്റ്റൈലാണെന്ന് ബോർഡർ വിളിക്കണം. ടെക്സ്റ്റ് സ്റ്റൈൽ. അപ്പോൾ ടെക്സ്റ്റ് സ്റ്റൈലിൻ്റെ അവിടെ ഒരു ബോർഡർ നമുക്ക് വിളിക്കാം. ബോർഡർ ബോട്ടം 1 എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മിനിറ്റ്, ബോർഡർ ബോട്ടം
വിഡ്ത്ത് പറഞ്ഞു കേട്ടോ, വിഡ്ത്ത് 1. ഓക്കെ, വേണമെങ്കിൽ 0.5 പറഞ്ഞല്ലോ, അത്ര വേണ്ട. 0.5. ബോട്ടം വിഡ്ത്ത്, ബോട്ടം കളർ സിൻടാക്സ് എറർ, കളർ ഹാഷ്, ഒരു കോമയുണ്ട്, ഒരു ഹാഷും ഉണ്ട്. അപ്പം അത്രയും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊരു ടെക്സ്റ്റ് ബോക്സാണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇമെയിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം. ഇതിപ്പോൾ കറക്റ്റായി. ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെ പാസ്വേഡ് വേണം. അപ്പോൾ ഈ വ്യൂയുടെ കണ്ടൻറ്റ് അതേപോലെ കോപ്പി എന്നിട്ട് പേസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ താഴെ, സോറി വ്യൂ കണ്ടൻറ്റ് അല്ല, തെറ്റിപ്പോയി. ഈ വ്യൂയുടെ കണ്ടൻറ്റ്, ആക്ഷൻ്റെ കണ്ടൻറ്റ് അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത്, അപ്പോൾ നമുക്ക് കണ്ട ഇമെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എന്താ വെച്ചാൽ ഈ ഇമെയിലേക്ക് വരും പാസ്വേഡ് നിർത്തും, എന്നിട്ട് ഇവിടെ പാസ്വേഡ്. ഓക്കെ, എന്നിട്ട് ഇത് യൂസർ അല്ല, ഇത് ഫോണ്ട് ഓസം ലോക്കാണ്. അപ്പോൾ പാസ്വേഡ് ലോക്കും കാര്യങ്ങളൊക്കെ ആയി. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ ഒരു ടെക്സ്റ്റ് ബോക്സ്, ഒരു ബട്ടൺ വേണം നമുക്ക്. ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ, അത് ഡിസൈൻ ചെയ്യണം. അപ്പോൾ സാധാരണ ഇതേ ആക്ഷൻ സാധനം തന്നെ നമ്മളെടുത്തു. വ്യൂ എന്നുവെച്ചാൽ ഒരു ക്ലോസിങ് വ്യൂ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാനൊരു ബട്ടൺ പറഞ്ഞു. ബട്ടൺ പറയുമ്പോൾ എന്തെങ്കിലും ടൈറ്റിൽ പറയണം. ലോഗിൻ. അപ്പോൾ ഒരു ബട്ടൺ അവിടെ ഉണ്ട്. ഓക്കെ, ലോഗിൻ ബട്ടൺ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലോഗിൻ ബട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ബട്ടൺ ഞാൻ ഓൾറെഡി പറഞ്ഞുള്ളതുകൊണ്ട് ഈ ബട്ടൺ ഡയറക്റ്റ് വിളിച്ചു, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കളറൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ബട്ടൺ റിയാക്ട് നേറ്റീവ് ബട്ടൺ ആയതുകൊണ്ട് നമുക്കധികം കളറൊന്നും മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ പാഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ, വിഡ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിക്കാം. പക്ഷേ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒന്ന് ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു കാര്യമാക്കേണ്ടത് വെച്ചാൽ, നമുക്ക് ഈ സാധാരണ ബട്ടൺ സാധാരണ കൊടുക്കാറില്ല, ടച്ചബിൾ ഓപ്പോസിറ്റ് എന്ന് പറയും, അത് നമുക്ക് വേണം കൊടുക്കാം. ടച്ചബിൾ ഒപ്പാസിറ്റി അതാണ് കൊടുക്കാറ്. ഓപ്പൺ ചെയ്ത് /ടച്ചബിൾ ഒപ്പാസിറ്റി. അപ്പോൾ ഇത് നമ്മൾ റിയാക്ട് നേറ്റീവ് നിന്ന് ഇമ്പോർട്ട് ചെയ്യണം, ടച്ചബിൾ ഒപ്പാസിറ്റി. ഓക്കെ, എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ടെക്സ്റ്റ് പറയാം. ആ ടെക്സ്റ്റിൻ്റെ പേര് ലോഗിൻ എന്ന് പറഞ്ഞാൽ മതി. ലോഗിൻ. അപ്പോൾ ഇതൊരു ബട്ടണാണ്, ടച്ചബിൾ ഒപ്പാസിറ്റി. ഒരു ബട്ടൺ പോലെ നമുക്ക് വർക്ക് ചെയ്യാം, ടച്ചബിൾ ഒപ്പാസിറ്റി എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് എങ്ങനെ വേണം കസ്റ്റമൈസ് ചെയ്യാം. നേരെ മറിച്ച് ഡയറക്റ്റ് ബട്ടൺ ഉപയോഗിക്കും, കസ്റ്റമൈസേഷൻ അത്ര പോസിബിൾ അല്ല. അപ്പോൾ ഇതിൽ ടച്ചബിൾ ഒപ്പാസിറ്റിയിൽ നമുക്കിനി ചെയ്യേണ്ടത് വെച്ചാൽ ഈ ടച്ചബിൾ ഒപ്പാസിറ്റി ബട്ടൺ ആക്കി മാറ്റാം. അപ്പോൾ സ്റ്റൈൽ ആദ്യം കൊടുക്കണം, സ്റ്റൈൽസ് ഡോട്ട് ബട്ടൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബട്ടൺ ഫുൾ കോളൻ ഡബിൾ ക്ലോസിനകത്ത്, ഫുൾ കോളൻ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രേസിൻ്റെ അകത്ത് ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം പറയും, ബാക്ക്ഗ്രൗണ്ട് കളറ്. അപ്പോൾ ഈ ബട്ടൺ ബാക്ക്ഗ്രൗണ്ട് കളർ ഈ ഒരു കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു കളർ ഞാൻ എവിടെ പറഞ്ഞു, നമുക്ക് നോക്കാം. കിട്ടുന്നില്ല. പിന്നെ നമുക്ക് തീമിൻ്റെ കളർ എടുക്കാം. തൽക്കാലം ഞാൻ തീമിൻ്റെ കളറൊന്നും എടുക്കില്ല, നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ വഴിയെ നമുക്ക് ഓരോരോ പ്രോഗ്രാം വെച്ച് ചെയ്യാം. അപ്പോൾ ബട്ടൺ ബാക്ക്ഗ്രൗണ്ട് കളർ എടുത്തു. കളറിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞു പോയ സംശയമുണ്ട്. അപ്പോൾ ആണെങ്കിൽ കുറച്ചും കൂടി കട്ടി കൂട്ടാം. ബട്ടണിൻ്റെ കുറച്ച് കട്ടി നിർത്തും. കുറച്ച് കട്ടി കൂടിയുണ്ട്, അത്ര കട്ടി വേണ്ട, തൽക്കാലം മറ്റേ തന്നെ മതി. നമുക്ക് ബോർഡറിൽ ഒന്ന് കൊടുക്കാം. ഇനി ഒരു ബോർഡറും കൂടി കൊടുക്കാം. ബട്ടൺ ബോർഡർ
വിഡ്ത്ത് 1. ഓക്കെ, ഇനി ഇതിൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം. ബോർഡർ വിഡ്ത്ത് കളർ, ബോർഡർ കളർ ബോർഡർ കളർ ഇത് കൊടുത്തു, ബോർഡർ വിഡ്ത്ത് ഇത് കൊടുത്തു. ടെക്സ്റ്റ് നമുക്ക് മാറ്റാനുണ്ട്. പിന്നെ ആ ടെക്സ്റ്റ് നമുക്ക് മാറ്റാം. ഇവിടെ ബോർഡറിൻ്റെ അകത്ത് ഇതാ ബട്ടൺ ടെക്സ്റ്റ് ഉണ്ട്. അപ്പം ബട്ടൺ ടെക്സ്റ്റിന് സ്റ്റൈൽ കൊടുക്കണം. സ്റ്റൈൽ ഈക്വൽ ടു സ്റ്റൈൽസ് ഡോട്ട് ബട്ടൺ ടെക്സ്റ്റ് ഞാൻ കൊടുത്തു. പാസ്റ്റ് ഞാൻ ഇവിടെ കോമയിട്ട് പറഞ്ഞു. ബട്ടൺ ടെക്സ്റ്റ് ഫുൾ കോളൻ അലൈൻ ഐറ്റംസ് സെൻറ്റർ. സേവ് ചെയ്യുമ്പോൾ അലൈൻ ഐറ്റംസ് സെൻറ്റർ. ഓക്കെ, എന്നിട്ട് ഇവിടെ ബോർഡർ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഫോണ്ട് സൈസ് 20, ഫോണ്ട് വെയിറ്റ് ബോൾഡ്. ആ ഫോണ്ട് കളർ വേണമെങ്കിൽ മാറ്റാം. കളർ നമ്മൾ നേരത്തെ കൊടുത്ത അതേ കളർ തന്നെ ഇതിനും വരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ലോഗോക്ക് അനുസരിച്ച് കളർ നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ലോഗോയുടെ ആ കളറും വന്നു, ബോർഡറും വന്നു. ബോർഡർ നമുക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ കുറച്ചും കൂടി ബോർഡർ വന്നു. പിന്നെ നമുക്ക് ഒന്നുകൂടി ചെയ്യാൻ പറ്റും ബോർഡർ റേഡിയസിന് പരിപാടിയുണ്ട്. ഏത് ബട്ടണിനാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ബോർഡർ റേഡിയസ് ഒരു 20 കണ്ടോ, ആ 20 റേഡിയസിലുള്ള ബോർഡർ വന്നു. ബോർഡർ അവിടെ വന്നു. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ നേരത്തെ ബട്ടൺ കൊടുത്തപ്പോൾ ബട്ടണിൽ നല്ല അലൈൻമെൻറ്റ് ഞങ്ങൾക്ക് വന്നു, പക്ഷേ ആ കളർ മാറ്റാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ടച്ചബിൾ ഓപ്പോസിറ്റ് കൊടുത്ത് ഡിസൈൻ മാറ്റി. അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇത് ഡിസൈൻ സിമ്പിൾ ഡിസൈനാണ്. അപ്പം നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പല ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പല ഡിസൈൻസിൻ്റെ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്, കോഡ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കാമെന്ന്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു റിയാക്ട് നേറ്റീവിൻ്റെ വെക്റ്റർ ഐക്കൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നല്ലൊരു സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വെക്റ്റർ ഐക്കൺസ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഉപയോഗിക്കണം. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിലൊന്ന് നോക്കാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കോ കമൻറ്റോ നിങ്ങൾ ചെയ്യുക വീഡിയോ കാണുന്നവർ. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിൽ നമുക്കിതിൻ്റെ അജാക്സ്, അതായത് നമ്മുടെ ജേസൺ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ലോഗിൻ ചെയ്യാനുള്ളതും പിന്നെ API ടോക്കൺ വെച്ചുള്ള പരിപാടികളും പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ അങ്ങനത്തെ പരിപാടിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം. അപ്പോൾ തൽക്കാലത്ത് ഞാൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.